ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കുന്ന ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ട് 2 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു. ഇപ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പിൽ കോരി വെച്ചിരിക്കുകയാണ്. കുറച്ച് അരി വീതം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി അരിപ്പയിലിട്ടിട്ട് തരിയില്ലാതെ നമുക്ക് അരിച്ചെടുക്കാം. ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി 3 ഗ്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ നേർപകുതി നമുക്ക് 1.5 ഗ്ലാസ് മൈദ ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് 3 മുട്ട പൊട്ടിച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ്. ഓരോരുത്തരുടെയും അതിനനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാൻ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മുട്ടയും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1.5 മുറി തേങ്ങയുടെ പാലാണ് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ചേർത്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് വീണ്ടും ചേർത്താൽ മതി. അച്ചപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തത് കറുത്ത എള്ള് ചേർക്കണം. ഇപ്പോൾ ഞാൻ കറുത്ത എള്ള് ഇതിൽ ചേർക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമല്ല കറുത്ത എള്ള്. അപ്പോൾ അതുകൊണ്ട് ഇത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അച്ചപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അടുത്തതായിട്ട് അടുപ്പിൽ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ് അച്ചപ്പത്തിൻ്റെ. ഇത് ഓയിലിലേക്ക് ഇടുകയാണ്. ഇത് ചൂടായ എണ്ണയിലേക്ക് അച്ചും ഒന്ന് ചൂടാവണം. അതിനുശേഷമാണ് നമ്മൾ മാവിലേക്ക് ഒരു 1/4 ഭാഗം ഈ അച്ച് മുക്കിയിട്ട് എണ്ണയിലേക്ക് വയ്ക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം. 1/4 ഭാഗം മുങ്ങിയാൽ മതി മാവ്. ചൂടായി നല്ല ഒന്ന് കൊട്ടി നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ചപ്പം റെഡിയാണ്. നമുക്ക് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ കഴിച്ചിട്ട് പറയാം. നല്ല ക്രിസ്പിയാണ്. കഴിച്ചു നോക്കിയേ. നല്ല കറുമുറ അടിപൊളിയാണ്. മധുരം എല്ലാം സൂപ്പറാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കിയ ആൾ ഞാനല്ല, ഇവിടെയാണ്. അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.